തിരുവനന്തപുരം വെള്ളറടയ്ക്ക് അടുത്തുള്ള കുരിശുമല സംഗമ വേദിയാണിത്. ഇന്നത്തെ ട്രെക്കിംഗ് ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ഇന്നത്തെ ട്രെക്കിങ്ങിന് തുടങ്ങുന്നതിന് മുമ്പേയുള്ള ഒരു ഇൻട്രൊഡക്ഷനും വാമപ്പുമാണ് ഈ കാണുന്നത്. തികച്ചും പ്രൊഫഷണൽ ടീമായ അഡ്വഞ്ചറമാസ് എന്ന ടീമിൻ്റെ കൂടെയാണ് ഇന്നത്തെ ട്രെക്ക്. ഇന്നത്തെ ഡെസ്റ്റിനേഷൻ ആണ് കൊണ്ടകട്ടി ഹിൽ. അങ്ങനെ ആ ട്രെക്കിംഗ് തുടങ്ങി. ഈ കാണുന്ന എമർജൻസിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ടെൻറ്റ് മുതൽ കുടിവെള്ളം വരെ ഈ ടീം ക്യാരി ചെയ്യാറുണ്ട്. ഒരു 7 കിലോമീറ്ററുള്ള മോഡറേറ്റ് ടു ഹാർഡ് റേറ്റിംഗ് ഉള്ള ട്രെക്കാണ് ഇത്. ട്രിവാൻഡ്രത്തെ തന്നെ സെക്കൻഡ് ഹാർഡസ്റ്റ് വൺ ഡേ ട്രെക്ക് എന്നാണ് പൊതുവേ ഈ ട്രെക്കിനെ അറിയപ്പെടുന്നത്. വരയാടുമുട്ടയാണ് ടഫസ്റ്റ് ട്രെക്കായിട്ട് കണക്കാക്കുന്നത്. വരയാടുമുട്ട ട്രെക്കിനെ കുറിച്ച് അറിയണമെങ്കിൽ ഈ വീഡിയോ ലിങ്ക് ഉപയോഗിച്ച് കാണാൻ പറ്റുന്നതാണ്. യാത്രക്കിടയിൽ ഹെൽത്ത് ടിപ്സും പ്രിക്കോഷണറി മെഷേഴ്സും ഒക്കെയുള്ള ക്ലാസ്സുകളും ഇവർ ഷെയർ ചെയ്യാറുണ്ട്. അത്യാവശ്യം നല്ല എലിവേഷൻ ഉള്ള വഴിയാണിത്. ഒരു വഴി എന്നൊന്നും പറയാൻ കഴിയില്ല. കാടൊക്കെ വെട്ടിത്തെളിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. മഴയുള്ള സമയമായത് കാരണം സ്ലിപ്പറിയും ചെളിയും ഒക്കെ ഉണ്ടായിരുന്നു. ഉയരം കൂടുന്തോറും പ്രകൃതി ഭംഗി കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു. തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും ബോർഡർ ആണ് ഈ ഭാഗം. തമിഴ്നാട്ടിലെ ചിറ്റാ ഡാമിൻ്റെ റിസർവോയറിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. കോടയും മഴയും മാറി നിന്ന കാരണം നല്ലപോലെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ കഴിഞ്ഞു. ഈ യാത്രയിലെ പല ഭാഗത്തും കയറൊക്കെ കെട്ടിയാണ് കയറാൻ സഹായിച്ചു കൊണ്ടിരുന്നത്. മുകളിലേക്ക് കയറും തോറും കോടമഞ്ഞും വന്നു തുടങ്ങി. അങ്ങനെ ഡെസ്റ്റിനേഷൻ എത്തി. ആക്ച്വലി അതാണ് ഡെസ്റ്റിനേഷൻ എന്ന് ആദ്യം മനസ്സിലായില്ല. 4 സൈഡും കോട കൊണ്ട് മൂടിയത് കാരണം സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ എത്ര ഹൈറ്റിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ തന്നെ കുറച്ച് സമയമെടുത്തു. ഇടയ്ക്കിടെ കോട മാറിയപ്പോൾ ആ കാഴ്ചകൾ കണ്ടു തുടങ്ങി. നല്ല കാറ്റത്ത് മേഘങ്ങൾ വന്നു പോകുന്ന കാഴ്ച കാണാൻ നല്ല രസമായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആകാശം പതിയെ തെളിയാൻ തുടങ്ങി. അപ്പോഴാണ് കൊണ്ടകട്ടിയിൽ നിന്നുള്ള ആ സുന്ദരമായ കാഴ്ചകൾ കാണാൻ കഴിഞ്ഞത്. നിങ്ങളും ഒന്ന് കണ്ടു നോക്കൂ. ഈ വ്യൂ ഒരു ഒന്നൊന്നര വ്യൂ ആണ്.
സമയത്ത് പെട്ടെന്നൊരു മഴയും വന്നു. ആ മഴയത്തായിരുന്നു നമ്മുടെ ലഞ്ച് ബ്രേക്ക്. അത് വേറൊരു വൈബായിരുന്നു. അവിടുത്തെ കാറ്റ് എത്രമാത്രം ശക്തമാണെന്ന് ഇത് കണ്ടാൽ മനസ്സിലാകും എന്ന് വിശ്വസിക്കുന്നു. കാറ്റിൻ്റെ ശക്തി കാരണം നേരെ നടക്കാൻ പോലും പറ്റാത്തതുകൊണ്ടാണ് വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ട്രെക്കിങ്ങും മലകളെയും കാറ്റിനെയും ഒക്കെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സ്പോട്ട് തന്നെയാണ് കൊണ്ടകെട്ടി. കാറ്റും മഴയും കോടയും വെയിലും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ട്രെക്കിംഗ് ആണ് കൊണ്ടകെട്ടി ട്രെക്ക്. ഇങ്ങനെയുള്ള ട്രെക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ അഡ്വഞ്ചർ മാസ് എന്ന ഈ ടീമിനെ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത്. ഇവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നെക്സ്റ്റ് പ്ലാനുകൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. പ്രൊഫഷണലിസമാണ് ഇവരെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഇതുപോലെ ഒരു ട്രെക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ ഒരു ട്രാവൽ വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ.